പ്രതിഷേധം കത്തട്ടെ, പ്രതിഷേധം കത്തട്ടെ, ആളിക്കത്തി പടരട്ടെ, ആളിക്കത്തി പടരട്ടെ. കേരളമാണ് കേസ്, കോൺഗ്രസിന്റെ വാക്കും കേട്ട്, കോൺഗ്രസിന്റെ വാക്കും കേട്ട്, കോൺഗ്രസിന്റെ വാക്കും കേട്ട്, കോൺഗ്രസിന്റെ വാക്കും കേട്ട്. എൽഡിഎഫിൻ മന്ത്രിമാരെ, എൽഡിഎഫിൻ മന്ത്രിമാരെ, എൽഡിഎഫിൻ മന്ത്രിമാരെ, എൽഡിഎഫിൻ മന്ത്രിമാരെ ആക്രമിക്കാൻ വന്നെന്നോ, ആക്രമിക്കാൻ വന്നെന്നോ, ആക്രമിക്കാൻ വന്നെന്നോ. മഹേഷ് ചന്ദ്രൻ തുടരുന്നുണ്ട്. മഹേഷ്, നമ്മളിപ്പോൾ KSU പ്രവർത്തകരുടെ അടക്കം പ്രതികരണം കേട്ടു. മന്ത്രിയുടേതൊരു അഭിനയമായിരുന്നു, മന്ത്രി പ്രകോപനം ഉണ്ടാക്കി എന്നുള്ള തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. KSU ഇക്കാര്യത്തിൽ അത് അവരെ ആക്രമിച്ചിട്ടില്ല. അവിടെ പോലീസുകാർ ചുറ്റും സംരക്ഷണ വലയം തീർക്കുന്നതിനിടയിലുണ്ടായ പരിക്കാണ് മന്ത്രിക്ക് എന്ന തരത്തിലേക്കൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളുമൊക്കെ അവരുടെ ഭാഗമായി ന്യായീകരണം പറയുന്നത്. പക്ഷേ അതല്ല അവിടെ ഉണ്ടായതെന്നും വളരെ ആസൂത്രിതമായി തന്നെയാണ് KSU പ്രവർത്തകർ ഈ ആക്രമണം നടത്തിയെന്നും മന്ത്രി കടന്നു വരുമ്പോൾ ഒരു വനിതാ മന്ത്രിയായിട്ട് പോലും അവരുടെ അടുത്തേക്കെത്തി അവരെ ആക്രമിക്കുന്ന തരത്തിലേക്ക്, മർദ്ദിക്കുന്ന തരത്തിലേക്ക്, കയ്യേറ്റ ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് CPM പറയുന്നത്. നിഷ്ഠൂരമായ ആക്രമണമാണ് നടന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നു. കേരളത്തിൽ ചരിത്രത്തിൽ ഒരു വനിതാ മന്ത്രിക്കെതിരെ ഇത്തരത്തിലോ ആക്രമണം നടന്ന കാര്യം ഉണ്ടായിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതിഷേധമാണ് CPM ഉയർത്താൻ പോവുകയും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും പ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അത്തരത്തിലേക്ക് പ്രതിഷേധം അതിൽ വിടാതിരിക്കാനുള്ള ജാഗ്രത കൂടി പാലിക്കുന്ന നിർദ്ദേശം DVF നേതാക്കൾക്കടക്കം കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും സംസ്ഥാനത്ത് ആകമാനം ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയരുമെന്നുള്ളത് ഉറപ്പാണ്. മന്ത്രിക്ക് കൈക്കുന്നത് ഒറ്റക്കെട്ടായി പറയുന്നു, ിക്കളി സൂക്ഷിച്ചോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ, ആരോഗ്യമന്ത്രി വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്ന്, റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്ന്, റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്ന്, റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്ന് യൂത്തന്മാരും കേസുകാരും, യൂത്തന്മാരും കേസുകാരും, യൂത്തന്മാരും കേസുകാരും, യൂത്തന്മാരും കേസുകാരും ക്രൂരമായി ആക്രമിച്ചു, ക്രൂരമായി ആക്രമിച്ചു, ക്രൂരമായി ആക്രമിച്ചു. പ്രതിഷേധം, 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 പ്രതിഷേധം. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്, CPIM സിന്ദാബാദ്. യൂത്തന്മാരെ കേസുകാരെ, യൂത്തന്മാരെ കേസുകാരെ, യൂത്തന്മാരെ കേസുകാരെ, യൂത്തന്മാരെ കേസുകാരെ നിങ്ങളായി പറയുന്നു, നിങ്ങളായി പറയുന്നു, നിങ്ങളായി പറയുന്നു, നിങ്ങളായി പറയുന്നു. ധിക്കാരി സൂക്ഷിച്ചോ, ധിക്കാരി സൂക്ഷിച്ചോ, ധിക്കാരി സൂക്ഷിച്ചോ, ധിക്കാരി സൂക്ഷിച്ചോ. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ, ആരോഗ്യമന്ത്രി വീണ ജോർജിനെ, ആരോഗ്യമന്ത്രി വീണ ജോർജിനെ, ആരോഗ്യമന്ത്രി വീണ ജോർജിനെ റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്ന്, റെയിൽവേ സ്റ്റേഷനിൽ കയറി ചെന്ന് യൂത്തന്മാരും കേസുകാരും, യൂത്തന്മാരും കേസുകാരും ഭീകരമായി മർദ്ദിച്ചു, ഭീകരമായി മർദ്ദിച്ചു. ഇടത് സംസ്കാര കോൺഗ്രസ്, ഇടത് സംസ്കാര കോൺഗ്രസ്, ഇടത് സംസ്കാര കോൺഗ്രസ്, ഇടത് സംസ്കാര കോൺഗ്രസ്. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്. അമ്മയെ തല്ലു KSU, അമ്മയെ തല്ലു KSU, അമ്മയെ തല്ലു KSU, അമ്മയെ തല്ലു KSU. നാണം കെട്ടൊരു കോൺഗ്രസ്, നാണം കെട്ടൊരു കോൺഗ്രസ്, നാണം കെട്ടൊരു കോൺഗ്രസ്. ഇൻക്ലാബ് സിന്ദാബാദ്, രക്ഷപ്പെടണം സിന്ദാബാദ്, CPIM സിന്ദാബാദ്. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ,
KSU പ്രവർത്തകർ കണ്ണൂരിൽ ശാരീരികമായി ആക്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് CPIM-ന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് ഇപ്പോൾ കണ്ണൂർ നഗരത്തിൽ നടക്കുന്നത്. മന്ത്രി ചികിത്സ തേടിയ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇപ്പോൾ കണ്ണൂർ പ്രഭാത് ജംഗ്ഷൻ ഭാഗത്തേക്ക് നീങ്ങുകയാണ്. CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, P ജയരാജൻ, N ചന്ദ്രൻ, TV രാജേഷ്, DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ്, മഹിളാ അസോസിയേഷൻ നേതാക്കളായ PK ശ്യാമള, N സുകന്യ തുടങ്ങിയവരെല്ലാം തന്നെ ഈ ജാഥയിൽ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കാൻ തന്നെയാണ് DYFI-യുടെയും CPIM-ന്റെയും SFI-യുടെയും എല്ലാം തന്നെ തീരുമാനം. കാരണം ഈ കരിങ്കൊടി പ്രതിഷേധങ്ങൾ അത് സ്വാഭാവികമായ പ്രതിഷേധം എന്ന നിലയിൽ കാണുന്നതാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു വനിതാ മന്ത്രിയെ ശാരീരികമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് ഇവരുടെ ഈ പ്രതിഷേധം മാറിയത് ആസൂത്രിതമാണ് എന്നൊരു ആരോപണമാണ് CPIM ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നത്. ഇത് ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആക്രമിച്ചതെന്ന് ആരോപണമാണ് CPIM ഉന്നയിക്കുന്നത്. ആ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആക്രമണങ്ങളെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് CPIM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ പറയുകയും ചെയ്തു. വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്താൻ തന്നെയാണ് CPIM-ന്റെ തീരുമാനം. അതിന്റെ തുടക്കം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതിഷേധ പ്രകടനം നടക്കുന്നത്. അല്പസമയം മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ആശുപത്രിയിലെത്തി മന്ത്രിയെ കണ്ട് മടങ്ങിയത്. മന്ത്രി ഏതായാലും ഇപ്പോൾ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ICU-വിൽ ചികിത്സയിലാണ്. ഈ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നു. അതിൽ കഴുത്തിന് പരിക്കേൽക്കുന്നു. പിന്നീട് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പരിശോധിച്ച് എക്സ്റേ എടുക്കാൻ ആവശ്യപ്പെടുന്നു. ആ എക്സ്റേ കൂടി എടുത്തതിന് ശേഷമാണ് മന്ത്രിയെ ഇപ്പോൾ ICU-വിലേക്ക് മാറ്റിയത്. ICU-വിൽ ചികിത്സയിലാണ് മന്ത്രി ഉള്ളത്. അത് സാരമായ പരിക്ക് എന്ന് തന്നെയാണ് CPIM നേതാക്കൾ പറയുന്നത്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികൾ, അതായത് കല്യാട്, മട്ടന്നൂർ മണ്ഡലത്തിലെ കല്യാടുള്ള ആയുർവേദ റിസർച്ച് സെൻറ്റർ, അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് സെൻറ്റർ, അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു മന്ത്രി. അതിനുശേഷം പെരിങ്ങോത്തെ സർക്കാർ ആശുപത്രിയുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഈ പരിപാടികൾക്ക് ശേഷം മടങ്ങുന്നതിന് വേണ്ടിയാണ് മന്ത്രി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. വന്ദേ ഭാരത് എക്സ്പ്രസിനായിരുന്നു മന്ത്രിക്ക് മടങ്ങേണ്ടിയിരുന്നത്. അതിനായി എത്തുന്നു. ഒന്നാം പ്ലാറ്റ്ഫോമിലേക്ക് മന്ത്രി എത്തിയപ്പോൾ പ്ലാറ്റ്ഫോമിൽ വെച്ച് KSU-വിൻ്റെ നേതാക്കൾ കരിങ്കൊടിയുമായി MC അതുൽ ഉൾപ്പെടെയുള്ള KSU-വിൻ്റെ ജില്ലാ സെക്രട്ടറി MC അതുൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ കരിങ്കൊടിയുമായി മന്ത്രിക്ക് നേരെ എത്തുന്നു. വലിയ പോലീസ് സന്നാഹം ഈ മന്ത്രി എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ KSU പ്രവർത്തകർ മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തതോടുകൂടി പോലീസ് അവിടെ ഒരു സുരക്ഷാ കവചം തീർക്കുന്നു. അവിടെ പിന്നീട് KSU നേതാക്കളും മന്ത്രിയും ചെറിയ തോതിലുള്ള വാക്കേറ്റം ഉണ്ടാകുന്നു. മന്ത്രിക്ക് ഇത്തരത്തിൽ ഈ KSU പ്രവർത്തകർ മുന്നോട്ട് വന്നതോടുകൂടി തനിക്ക് മുന്നോട്ട് പോകണം എന്ന് മന്ത്രി ആവശ്യപ്പെടുന്നു. ആ നിലയ്ക്ക് മന്ത്രി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. പോലീസ് സുരക്ഷയൊരുക്കുന്നു. KSU പ്രവർത്തകർ മുഖാമുഖം നിൽക്കുന്നു. അങ്ങനെ വന്നതോടുകൂടിയാണ് അവിടെ ഒരു ഉന്തും തള്ളിലേക്ക് കാര്യങ്ങൾ പോയത്. അതിനിടയിൽ മന്ത്രിക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും പിന്നീട് ഉടനെ മന്ത്രി ട്രെയിനിൽ കയറി തിരിച്ചു പോകാമെന്നൊരു നിലയിലാണ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയത്. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും മന്ത്രിക്ക് കഴുത്ത് വേദന അനുഭവപ്പെട്ടു. അതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തുകയായിരുന്നു എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. ഏതായാലും ഈ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വലിയ പ്രതിഷേധമുയർത്താൻ തന്നെയാണ് CPIM-ന്റെയും ഒപ്പം തന്നെ മറ്റേ DYFI-യുടെയും SFI-യുടെയും ഒക്കെ തീരുമാനം. കണ്ണൂർ നഗരത്തിൽ ആ നിലയ്ക്കുള്ള പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ഉൾപ്പെടെ കടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന ഈ പ്രകടനം CPIM-ന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിൽ CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, P ജയരാജൻ, TV രാജേഷ് തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉണ്ട്. അങ്ങനെ ഈ വിഷയം അത് ആസൂത്രിതമായി മന്ത്രിയെ കായികമായി നേരിടുക എന്നൊരു നിലയിലായിരുന്നു KSU-വിൻ്റെ പ്രതിഷേധം എന്ന രീതിയിലേക്ക് ആണ് CPIM-ന്റെ ആരോപണം ഇക്കാര്യത്തിൽ വരുന്നത്. ഈ കാര്യം ഏതായാലും അങ്ങനെ വലിയ ഗൗരവത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് തീരുമാനം. കാരണം ജില്ലയിൽ ഇന്ന് വിവിധ പരിപാടികൾ പങ്കെടുത്തുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തി മന്ത്രിയെ കണ്ടു. ഇത്തരത്തിലുള്ള അക്രമങ്ങളെ ഒരു തരത്തിലും വെച്ച് പൊറുപ്പിക്കില്ല, അതിനെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നൊരു നിലപാട് CPIM പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെ കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ ആ നിലയ്ക്ക് നടക്കുമായിരിക്കും. പക്ഷേ അതിനപ്പുറത്തേക്ക് കായികമായി നേരിടാൻ, കാരണം നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞത് മന്ത്രിയെ തെരുവിലിറങ്ങാൻ അനുവദിക്കില്ല, തടയുമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നേരത്തെ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെ പറഞ്ഞതാണ്. പക്ഷേ ആ നിലയ്ക്ക് അങ്ങനെ ഒരു കായികമായ നേരിടലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന നിലപാട് വ്യക്തമായി CPIM പറയുകയും ചെയ്യുന്നു.